ഹായ് ഓൾ, രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പിയാഷെയുമായി ബന്ധപ്പെട്ട് LP UP എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യം തന്നെ 2022 UPSC എക്സാമിന് ചോദിച്ച ഒരു സൈക്കോളജി ക്വസ്റ്റ്യനാണ് പിയാഷെയുമായി ബന്ധപ്പെട്ട്. അതിൽ പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതിൽ അവ ജ്ഞാതൃഘടകങ്ങളാണ്. ബി, പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. സി, കുട്ടിയുടെ മാനസിക സന്തുലിതാവസ്ഥയുടെ ബാലൻസ് നിലനിർത്തുന്നതാണ്. ഡി, പരിസ്ഥിതിയുമായുള്ള ഇടപെടലിലൂടെ ഉണ്ടാകുന്ന പുതിയ അറിവുകൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അത് ശരിക്കും എന്താണ്? പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അപ്പോൾ പിയാഷെയുടെ വൈജ്ഞാനിക വികാസം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് കാരണം പ്രധാനമായും 4 ഘടകങ്ങളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതിൽ 1 ശാരീരികമായ പക്വതയാർജിക്കൽ, 2 പ്രവർത്തനങ്ങൾ, 3 സാമൂഹിക അനുഭവങ്ങൾ, 4 സന്തുലീകരണം. അപ്പോൾ വൈജ്ഞാനിക വികാസം പിയാഷെയുടെ കാഴ്ചപ്പാടിൽ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിന്താ പ്രക്രിയയുടെ വികാസത്തിന് കാരണം പ്രധാനമായും 4 ഘടകങ്ങളാണ്. അവ 1 ശാരീരികമായ പക്വതയാർജിക്കൽ, 2 പ്രവർത്തനങ്ങൾ, 3 സാമൂഹിക അനുഭവങ്ങൾ, 4 സന്തുലീകരണം. അതിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകളാണ് 1 സംയോജനം, 2 അനുരൂപീകരണം എന്ന് പറയുന്നത്. പിയാഷെയുടെ അഭിപ്രായത്തിൽ വ്യക്തികളുടെ വിജ്ഞാന മണ്ഡലത്തിൽ നടക്കുന്ന 2 അടിസ്ഥാന പ്രക്രിയകൾ ഏതൊക്കെയാണ്? 1 ഓർഗനൈസേഷൻ, 2 അഡാപ്റ്റേഷൻ. അതായത് സംയോജനവും അനുരൂപീകരണവും. അതിൽ സംയോജനം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകം, അതിനെ പിയാഷെ വിളിച്ചത് സ്കീമ എന്നാണ്. അപ്പം നിലവിലുള്ള അറിവിൻ്റെ ഏറ്റവും ബേസായിട്ട് അല്ലെങ്കിൽ ബേസിക് യൂണിറ്റായിട്ട് പിയാഷെ പറയുന്ന എന്താണ്? സ്കീമ എന്നാണ് അതിനെ വിളിച്ചത്. അപ്പം നിലവിലുള്ള സ്കീമകൾ മതിയാകാതെ വരുന്ന സന്ദർഭത്തിൽ പുതിയവ അതിലേക്ക് കൂട്ടിച്ചേർക്കും. സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം. അപ്പോൾ സംയോജനം എന്ന് പറയുന്നത് ശരിക്കും ഒരു ജ്ഞാതൃഘടനയാണ്. ഇനി രണ്ടാമത്തതാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുരൂപീകരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം. അപ്പോൾ പുതിയ അനുഭവങ്ങൾ വൈജ്ഞാനിക ഘടനയിൽ സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ, ഡിസിക്വിലിബ്രിയം, അതിനെ പരിഹരിക്കാൻ 2 മാർഗങ്ങളാണ് പൊതുവെ സ്വീകരിക്കാറുള്ളത് എന്നാണ് ആര് പറയുന്നത്? പിയാഷെ. അത്തരത്തിലുള്ള 2 പരിഹാര മാർഗങ്ങളാണ് 1 സ്വാംശീകരണം, 2 സംസ്ഥാപനം. അപ്പോൾ അനുരൂപീകരണം എന്ന് പറയുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സ്വാംശീകരണവും സംസ്ഥാപനവും വരുന്നത്. അപ്പോൾ സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നതിനെയാണ് സ്വാംശീകരണം എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ടൊരു കുട്ടി ഒരു കീരിയെ കാണുമ്പോൾ കുട്ടി അതിനെ പൂച്ച എന്ന് വിളിക്കും. പൂച്ച എന്ന ജീവിയെ നേരത്തെ പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി അതിനെ എന്ത് വിളിക്കുന്നത്? കീരിയെ കാണുമ്പോൾ പൂച്ച എന്ന് വിളിക്കുന്നത്. എന്നാൽ വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ സ്കീമുകൾ കൂട്ടിച്ചേർത്തോ നിലവിലുള്ള സ്കീമുകൾക്ക് പരിവർത്തനം നടത്തിയോ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനെ സംസ്ഥാപനം എന്നാണ് പറയുന്നത്. സംസ്ഥാപനം അഥവാ അക്കമഡേഷൻ എന്ന് പറയും. ഉദാഹരണത്തിന്, കുട്ടി പൂച്ച എന്ന് വിളിച്ച ജീവി പൂച്ചയല്ല എന്നറിയുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ കുട്ടി എന്ത് ചെയ്യും? മാറ്റം വരുത്തും. ഇവിടെ കീരി എന്ന ജീവിയുടെ സവിശേഷതകൾ കൂടി എന്ത് ചെയ്യും? കുട്ടി മനസ്സിലാക്കുകയും അതിനെ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇവിടുന്ന് ഒരു ചോദ്യം വരാം. പിയാഷെയുടെ അഭിപ്രായത്തിൽ സ്വാംശീകരണം സംസ്ഥാനവും എന്തിനുള്ള പരിഹാര മാർഗങ്ങളാണ്? ഇക്വിലിബ്രേഷനുള്ള അല്ലെങ്കിൽ സന്തുലീകരണത്തിനുള്ള മാർഗങ്ങളായിട്ടാണ് പറയുന്നത്.
ഉടൻ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ മനുഷ്യനിൽ വൈജ്ഞാനികമായിട്ടുള്ള അസന്തുലിതാവസ്ഥ, അതായത് കൊഗ്നിറ്റീവ് ഡിസിക്ലിബ്രിയം സൃഷ്ടിക്കുമ്പോൾ അവയെ തരണം ചെയ്ത് സന്തുലിതാവസ്ഥ കൈവരിക്കുവാൻ സ്വാംശീകരണവും സംസ്ഥാപനവും നമ്മെ സഹായിക്കും, അല്ലെങ്കിൽ ഓരോ മനുഷ്യനെയും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ വൈജ്ഞാനിക വികാസത്തിന് സുപ്രധാനമായ 4 ഘട്ടങ്ങളുണ്ടെന്നും ആര് പറയുന്നുണ്ട്? പിയാഷെ അഭിപ്രായപ്പെടുന്നു. അതിലൊന്ന് ഇന്ദ്രിയ ചാലകഘട്ടം, 2 പ്രാഗ് മനോവ്യാപാരഘട്ടം, 3 മൂർത്ത മനോവ്യാപാരഘട്ടം, 4 ഔപചാരിക മനോവ്യാപാരഘട്ടം. ഇങ്ങനെ 4 ഘട്ടങ്ങൾ വൈജ്ഞാനിക വികാസത്തിന് സുപ്രധാനമായിട്ടുള്ളതാണെന്നാണ് ആരുടെ അഭിപ്രായം? പിയാഷെയുടെ. അതുപോലെ തന്നെ ജ്ഞാതൃവാദം അഥവാ കൊഗ്നിറ്റിവിസത്തിന് വളരെ അമൂല്യമായിട്ടുള്ള സംഭാവന നൽകിയ ഒരു മനഃശാസ്ത്രജ്ഞനാണ് പിയാഷെ. പിയാഷെ തൻ്റെ സിദ്ധാന്തത്തെ പൊതുവെ വിശേഷിപ്പിച്ചത് ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് കേട്ടോ. ജെനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന തിയറി ശരിക്കും ആരുടെയാണ്? പിയാഷെ. ഇവിടുന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം ഏതാണ്? സ്കീമകളാണ്, സ്കീമകൾ. പിയാഷെയുടെ വൈജ്ഞാനിക വികാസന ഘട്ടത്തിൻ്റെ ഏജസ് നോക്കുകയാണെങ്കിൽ ഇന്ദ്രിയ ചാലകഘട്ടം ആദ്യത്തെ 2 വർഷമാണ് പറയുന്നത്. അതിൽ വസ്തുസ്ഥിരതയെക്കുറിച്ചുള്ള ബോധം, ഇച്ഛാതീത വ്യവഹാരങ്ങളിൽ നിന്ന് ഉദ്ദേശാധിഷ്ഠിത വ്യവഹാരങ്ങളിലേക്കുള്ള ക്രമമായ പുരോഗതിയാണ് അവിടെ സാധ്യമാകുന്നത്. അടുത്തത് ആശയദാന പൂർവ്വഘട്ടം. ഇവിടെ 2 മുതൽ 4 വയസ്സ് വരെയാണ്. പരിസ്ഥിതിയിലുള്ള വസ്തുക്കളെ ബിംബങ്ങൾ കൊണ്ട് പ്രതിനിധാനം ചെയ്യാനുള്ള ശേഷിയാണ് ഇവിടെ ആർജിച്ചെടുക്കുന്നത്. അടുത്തത് 3ാമത്തേത് ഊഹനഘട്ടം. അത് 4 മുതൽ 7 വയസ്സ് വരെയാണ്. ഭൂത വർത്തമാന കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് രൂപം കൊണ്ട ആശയങ്ങൾ ഉപയോഗിച്ച് ലഘുവായ ബന്ധങ്ങൾ ഊഹിച്ചെടുക്കുന്നു. ഇനി അടുത്തത് വസ്തുനിഷ്ഠ മനോവ്യാപാരഘട്ടം. 7 മുതൽ 12 വയസ്സ് വരെ യുക്തിപൂർവം ചിന്തിക്കാനുള്ള ശേഷി വർദ്ധിക്കുന്നു. പ്രത്യാവർത്തനം അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി വേണ്ടിവരുന്ന മനോവ്യാപാരങ്ങളിൽ ഏർപ്പെടാനുള്ള ശേഷി ഉണ്ടാകുന്നത് ഈ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടത്തിലാണ്. അതായത് 7 മുതൽ 12 വയസ്സ് വരെയാണ് ചിന്തയിൽ റിവേഴ്സിബിലിറ്റി കുട്ടിയിൽ കണ്ടു തുടങ്ങുന്നത്. ഇനി ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറയുമ്പോൾ 12 വയസ്സ് മുതൽ പ്രായപൂർത്തി വരെയാണ്. ഗുണാത്മകവും തികച്ചും ബിംബാത്മകവുമായിട്ടുള്ള ചിന്തനമാണ് ഇവിടെ സാധ്യമാകുന്നത്. ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് അത് കുട്ടി ആർജിച്ചെടുക്കുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ പിയാഷെയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ കൃതികളാണ് ദ മോറൽ ജഡ്ജ്മെൻറ്റ് ഓഫ് ദി ചൈൽഡ്, ന്യൂ മെത്തേഡ് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ, മോഡേൺ എഡ്യൂക്കേഷൻ, ദ ചൈൽഡ്സ് കോൺസെപ്ഷൻ ഓഫ് നമ്പേഴ്സ്, ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ടു ഇൻവെൻറ്റ്, ദ ചൈൽഡ് കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ. പിയാഷെയുമായി ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.